ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് മനുഷ്യന്മാരുടെ താല്പര്യം. ഹുവ ജിതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അവൻ നിങ്ങളെ ഉത്കൃഷ്ടരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആത്മാഭിമാന ബോധമുള്ളവരായി അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. മതകാര്യത്തിൽ, വിശ്വാസ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടുമില്ല. ഈ നിർബന്ധമാക്കപ്പെട്ട ആരാധനാ കർമ്മങ്ങളടക്കം നമ്മൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളൊക്കെ തന്നെയും നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്നതും നമ്മുടെ പ്രകൃതിയോട് യോജിക്കുന്നതും ഒരു സമൂഹ ജീവി എന്ന നിലയ്ക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ്. അതിനപ്പുറമുള്ള ഒരു ഭാരവും നമ്മെ കൊണ്ട് അള്ളാഹു ചുമപ്പിക്കുന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവൻ നിങ്ങളെ ഉത്കൃഷ്ടരായി തിരഞ്ഞെടുക്കുകയും മതകാര്യത്തിൽ, വിശ്വാസാചാര കർമാനുഷ്ഠാനങ്ങളിൽ ഒരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തപ്പെടാതിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ പാതയാകുന്നു അത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം നാട്ടിൽ പിതാവിന്റെ അടുക്ക്, ആ നാട് ഭരിക്കുന്ന അധികാരികളുടെ അടുക്കൊക്കെ തന്നെയും ആത്മാഭിമാനം പണയപ്പെടുത്താതെ ജീവിച്ചു. നാട് വിടേണ്ട ഘട്ടമുണ്ടായപ്പോൾ ആത്മാഭിമാനം പണയപ്പെടുത്തി ജീവിക്കണോ നാട് വിടണോ എന്ന സന്ദർഭമുണ്ടായപ്പോൾ പിതാവിനെയും സ്വന്തം നാട്ടിനെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ടു. അദ്ദേഹം പോയ മേഖലകളിലൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ജീവിതം ത്യാഗസന്നമായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത, അദ്ദേഹം മാതൃകയായി കാണിച്ചു കൊടുത്തതൊക്കെ തന്നെയും നിസ്തുലമായ, തുല്യതയില്ലാത്ത, ത്യാഗോജ്ജലമായ ചരിത്രമായിരുന്നു. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാവുന്നു അത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, മുമ്പും ഇവിടെയും അവൻ അഥവാ അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിരിക്കുന്നു. മുസ്ലിമുകൾ എന്ന പേര് നൽകിയിരിക്കുന്നു. മാർഗദർശനം ഉൾക്കൊണ്ട് പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നവനാണ് മുസ്ലിം എന്നുള്ളത്. അങ്ങനെ മുമ്പുള്ള സമൂഹത്തിനും നിങ്ങൾക്കും പടച്ചവൻ മുസ്ലിം എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. വാതസിമൂ ബില്ലാഹി ഹുവ മൗലാക്കും, ആയതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കണേ. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ, അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി, അവനല്ലാതെ മറ്റൊരു രക്ഷാധികാരിയും നിങ്ങൾക്കില്ല. അവനാകുന്നു നിങ്ങളുടെ രക്ഷാധികാരി. എത്ര നല്ല രക്ഷാധികാരിയാണവൻ, എത്ര നല്ല സഹായിയാകുന്നു അവൻ. അള്ളാഹുവിനെ കുറിച്ച തിരിച്ചറിവ് നേടിയെടുക്കാനുള്ള കൽപ്പനകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ രക്ഷാധികാരിയോ, അള്ളാഹു നമ്മുടെ സഹായിയോ എങ്ങനെ പഠിച്ചാൽ, മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയും പടച്ചവൻ നമ്മെ ഏതൊക്കെ രീതിയിലാണ് രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്, നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല, ഈ ഭൂമിയിൽ അങ്ങനെ ഇറക്കി വിടുക മാത്രമല്ല, ഓരോ സന്ദർഭത്തിലും നമ്മെ സുരക്ഷിതമായി സംരക്ഷിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അള്ളാഹു എന്ന ആ വസ്തുത ബോധ്യപ്പെടാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു, എത്ര നല്ല രക്ഷാധികാരിയാകുന്നു അള്ളാഹു, എത്ര നല്ല സഹായിയാകുന്നു അള്ളാഹു. സൂറത്തുൽ ഫുസ്സിലത്തിൽ പറയുകയാണ് 33-ാമത്തെ ആയത്തിൽ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, പടച്ചവനിലേക്ക് ക്ഷണിക്കുകയും നല്ല കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തീർച്ചയായും ഇന്നനി മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാണെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ശുദ്ധമായ, വ്യക്തമായ നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത്? മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത്, പഠിപ്പിച്ച കാര്യങ്ങൾ പരിപൂർണമായും ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് മാത്രം പ്രയോഗവത്കരിക്കാൻ കഴിയുന്ന ഒന്നാണ്. അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കുന്നതിലൂടെ മാത്രമേ, ഞാനും ഒരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ മാത്രമേ
ആ മുസ്ലിം എന്ന രീതിയിൽ ഇസ്ലാമിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ പ്രയോഗവത്കരിക്കുന്നതിലൂടെ മാത്രമേ ഒരു മനുഷ്യന് പരിപൂർണ അന്തസ്സുള്ളവനായി, പ്രതാപമുള്ളവനായി, ആത്മാഭിമാനമുള്ളവനായി ജീവിക്കുവാൻ കഴിയുള്ളൂ എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിൽ പറയാണ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറയാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പ്രതാപം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്കാവട്ടെ നിന്ദിതയും വരുത്തുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ പക്കലാണ് കേട്ടോ നന്മയുള്ളത്. അള്ളാഹുവിന്റെ പക്കലാണ് നന്മയുള്ളത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു പ്രതാപവാനാക്കുന്നു, അള്ളാഹു പ്രതാപിയാക്കുന്നു. ആരെയാണ് അള്ളാഹു പ്രതാപിയാക്കുക എന്ന് നേരത്തെ സൂചിപ്പിച്ച ആയത്തിലൂടെ ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാകുന്നു പ്രതാപമെന്ന് ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിൽ പറയാണ്. വല്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹുവും അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാകുന്നു പ്രതാപം. അല്ലാഹുവിനും അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാകുന്നു പ്രതാപം. കപടവിശ്വാസികൾ പക്ഷേ ഇതൊന്നും അറിയുന്നില്ല. സൂറത്തുൽ ഫാത്തിറിൽ പറയാണ്, മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീആ. ആരെങ്കിലും പ്രതാപം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും അന്തസ് ആത്മാഭിമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേ പ്രതാപമെല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാണ് കേട്ടോ, അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ് കേട്ടോ, അള്ളാഹു നൽകേണ്ടതാണ് കേട്ടോ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ പ്രതാപവാനായി ഞാൻ എന്ന് അഹങ്കരിക്കാൻ ആർക്കും ഒരു വകുപ്പില്ല. പ്രതാപം എന്നുള്ളത്, അന്തസ് എന്നുള്ളത്, ആഭിജാത്യം എന്നൊക്കെ പറയുന്ന വാക്കുകൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ പ്രയോഗവത്കരിക്കാൻ കഴിയുക എന്നുള്ളത് വിശ്വാസികൾക്ക് മാത്രം കരഗതമാകുന്ന സംഭവമാണ്. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന യസ്തഗിർദ് അദ്ദേഹം ഖാദിസിയയിലേക്ക് മുസ്ലിങ്ങൾക്കെതിരെ പോരാട്ടം നടത്താൻ വേണ്ടി ഭടന്മാരയക്കുകയാണ്. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സന്ദർഭത്തിൽ ഖലീഫയായിരുന്നത്. അദ്ദേഹം സഅദ് ഇബ്നു അബീ വഖാസിനോട് പറയുകയാണ്, ഇന്ന രീതിയിൽ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ശത്രു സൈന്യം പേർഷ്യൻ ചക്രവർത്തിയുടെ നിർദ്ദേശം അനുസരിച്ച് ഖാദിസിയയിലേക്ക് വരുന്നുണ്ട്, തയ്യാറെടുത്തുകൊള്ളണം, പ്രതിരോധത്തിനായി ഒരുങ്ങിക്കൊള്ളണം. അങ്ങനെ ഏതാണ്ട് 30,000-ഓളം ഭടന്മാരുമായി സഅദ് ഇബ്നു അബീ വഖാസ് അങ്ങോട്ടേക്ക് തിരിച്ചു. എന്നാൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം സഅദ് ഇബ്നു അബീ വഖാസ് ഏതാനും ചെറുപ്പക്കാരെ, ഏതാനും വിശ്വാസികളെ പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ. ഇന്ന കാര്യങ്ങളാണ് ഇസ്ലാം, ഇതെവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഇതിന്റെ ലക്ഷ്യമെന്ത്, ഓരോ മനുഷ്യരും ഇത് ഉൾക്കൊണ്ടാലുണ്ടാകുന്ന പ്രതിഫലമെന്ത്, ഗുണമെന്ത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചക്രവർത്തിയെയും ആ രാജ്യത്തെയും പഠിപ്പിച്ചു കൊടുക്കാൻ സഅദ് ഇബ്നു അബീ വഖാസ് ഏതാനും ചെറുപ്പക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവർ അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ രോഷാകുലനായ ചക്രവർത്തി അവരെ ആട്ടിപ്പറഞ്ഞിരിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്തു. തുടർന്ന് യസ്തഗിർദ് എന്ന പേരുള്ള ഈ ചക്രവർത്തിയുടെ വിശ്വസ്തനായ ഭടൻ റുസ്തമിനെ വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിന് പറഞ്ഞയച്ചു. യുദ്ധത്തിൽ പോരാടാൻ, മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. പക്ഷേ അദ്ദേഹം പിന്നീട് ഭയപ്പാടോടെ ഏതാനും ദിവസങ്ങൾക്കും തിരിച്ചു വരികയും ഒരു സന്ധി സംഭാഷണത്തിനായിട്ട് തയ്യാറാവുകയും ചെയ്തു. ആ സന്ധി സംഭാഷണത്തിലേക്ക് മുസ്ലിം പ്രതിനിധിയെ അയക്കാൻ വേണ്ടി സഅദ് ഇബ്നു അബീ വഖാസിനെ അറിയിച്ചു. അദ്ദേഹം റബീഉ ബിൻ ആമിർ എന്ന വിശ്വാസം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ആ മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ, എന്തിനും എനിക്ക് പടച്ചവനെ തൃപ്തി മാത്രം മതിയെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ, ആ നാടൻ ശീലയുമായി ദാരിദ്ര്യം വെളിപ്പെടുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് ഉറയിൽ തൂക്കി അല്ലെങ്കിൽ ഒരു വാളും ഒരു പതാകയുമായിട്ടാണ് റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. റുസ്തമിന്റെ കൊട്ടാരത്തിലാവട്ടെ ചുവന്ന പരവതാനി വിരിച്ച് ആളുകളെ സ്വീകരിക്കാൻ ഭടന്മാർ ഈ പ്രതിനിധിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. റുസ്തമാവട്ടെ പരിഹാസത്തോടെ, പുച്ഛത്തോടെ ആ പരവതാനിയെ അവഗണിച്ചുകൊണ്ട് തന്റെ കയ്യിലുള്ള ആ വാള് പരവതാനിന്മേൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് നടന്നു പോയത്. അപ്പോൾ ഒരു ഭടൻ പറഞ്ഞു, ഈ ആയുധവുമായി രാജാവിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ പ്രധാന ഭടനായ റുസ്തമിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയില്ല, ഇത് മാറ്റിവെക്കണം. അദ്ദേഹം പറഞ്ഞു, കഴിയില്ല,
ഞാൻ വന്നത് നിങ്ങൾ ക്ഷണിച്ചത് കൊണ്ടാണ്. നിങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇതേ രീതിയിൽ തന്നെ അദ്ദേഹത്തെ അഭിമുഖീകരിക്കാനാണ് എനിക്ക് താല്പര്യം. ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. ഒരു കൊട്ടാരത്തിൽ രാജാവിന്റെ കീഴിൽ അവിടെ എല്ലാ സർവ്വസന്നദ്ധതയോടെയും സർവായുധങ്ങളോടെയും അണികളൊക്കെ നിൽക്കുകയാണ്. നിസ്സാരനായ ദുർബലനായ ഒരു മനുഷ്യൻ മാത്രമാണ് റബീഉ ബിൻ ആമിർ. എന്തും അവർക്ക് ചെയ്യാം. പക്ഷേ ഒരു ഭയവുമില്ലാതെ ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ചു, ഞാൻ ഈ വന്ന വേഷവിധാനത്തോടെ തന്നെയായിരിക്കും ഇവിടുത്തെ ഈ അധികാര കേന്ദ്രത്തിന്റെ മുന്നിലേക്ക് ഞാൻ സന്ധി സംഭാഷണത്തിനായി വരിക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ റുസ്തമിന്റെ അടുത്തെത്തിയപ്പോ റുസ്തം പറഞ്ഞു, ഇതിന് ഇരിക്കൂ താങ്കൾ എന്ന് പറഞ്ഞപ്പോ പുച്ഛത്തോടെ പറഞ്ഞു, അധികാര ഗർവിന്റെ അഹങ്കാരത്തിന്റെ ഈ കട്ടിലിൽ ഈ കസേരയിൽ കയറിയിരിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളൂ. അങ്ങനെ കുറെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെയും റുസ്തം ഇദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. ഒരു വലിയ കൊട്ടാരത്തിൽ പോയിട്ട് പോലും അവിടെ ചൂളിപ്പോകാതെ, അവിടെ പതറിപ്പോകാതെ, തന്നിൽ ജ്വലിച്ചു നിൽക്കുന്ന ഇസ്ലാമിന്റെ ഈമാനിന്റെ കരുത്തുകൊണ്ട് ആ രാജാവിന്റെ മുമ്പിൽ പോലും പ്രൗഢിയോടെ അന്തസ്സോടെ എഴുന്നേറ്റ് നിൽക്കാനും കാര്യങ്ങൾ തുറന്നു പറയാനും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുക്കി വെച്ച ചുവന്ന പരവതാനി പോലും അല്ലെങ്കിൽ പരവതാനി പോലും പുച്ഛത്തോടെ കണ്ട് തന്റെ ഊരിപ്പിടിച്ച വാളുകൊണ്ട് വാളിന്റെ മുന കൊണ്ട് ആ പരവതാനിക്ക് കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അകത്തേക്ക് പോയതും തിരിച്ചു വന്നതും. ഘട്ടത്തിൽ പോലും ചൂടാത്ത ആത്മാഭിമാനത്തിന്റെ ഉറവിടമായ ഒരു മനുഷ്യന് മാറാൻ കഴിയണമെങ്കിൽ അവനിൽ വിശ്വാസം ചലിക്കണം. അവനിൽ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകണം. അപ്പോ ആരെയും ഭയപ്പെടേണ്ടി വരില്ല. അവർക്ക് ഏത് രാജാവിനെയും അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല. ഏത് അധികാര കേന്ദ്രങ്ങളെയും അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല എന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് താങ്കളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് താങ്കളുടെ ദൗത്യം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം റുസ്തമിനോട് പറയുന്നൊരു വാക്കുണ്ട്. ഒരുപാട് അടിമ വൃത്തിയുമായി കീഴാളന്മാരായി വലിയവരെ നിങ്ങളെപ്പോലുള്ള യജമാന്മാർക്ക് മുമ്പിൽ ഒതുങ്ങി ചതഞ്ഞു ജീവിക്കുന്ന ആളുകളെ അല്ല, മറിച്ച് ആത്മാഭിമാനത്തോടെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം കുമ്പിടുന്ന, അവനെ മാത്രം യജമാനനായി കാണുന്ന, അവന്റെ അടിമകളായി മാത്രം ജീവിക്കുന്ന അന്തസ്സുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ദൗത്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പകർന്നു തന്നത്. ആ ദൗത്യം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ മനുഷ്യന്മാർക്ക് പോലും നിയന്ത്രിച്ച് ഒതുക്കാൻ കഴിയുന്ന, മനുഷ്യന്മാരുടെ അത്ര കഴിവ് പോലും ഇല്ലാത്ത ഒരുപാട് വ്യാജ ദൈവങ്ങളെ ഒക്കെയും മാറ്റി നിർത്തിക്കൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു വിധാനത്തിലേക്ക് ഉയർന്നു വരാൻ നിങ്ങൾക്ക് കഴിയും. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നായിരുന്നു അദ്ദേഹം അവിടെ വെച്ച് ചോദിച്ചത്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം പതറിയില്ല എന്നാണ് ചരിത്രം പറയുന്നത്. യർമൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് രണ്ടാം ഖലീഫയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്, മരണപ്പെട്ടു പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. അദ്ദേഹം ആ യർമൂക്ക് യുദ്ധം തുടർന്നു പോകാൻ വേണ്ടി, ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ വരാതിരിക്കാൻ വേണ്ടി യുദ്ധം തുടർന്നു പോകാനുള്ള കരുനീക്കങ്ങളൊക്കെ ആരംഭിച്ചു. അത് തുടർന്നു വരികയാണ്. ആ യുദ്ധത്തിൽ മുസ്ലിം പോരാളികൾ വിജയിക്കുമെന്നായപ്പോ റോമാ ചക്രവർത്തിയായിരുന്ന ഹിർക്കൽ ചക്രവർത്തി നാട് വിട്ടുപോയി. അവരുടെ എല്ലാ ശക്തിയും ക്ഷയിച്ചുപോയി. അവിടെ വെച്ച് ബൈത്തുൽ മുഖദ്ദസ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലേക്ക് വന്നു. പക്ഷെ അവിടെ വെച്ച് അവരുടെ ഡിമാൻഡ് പറഞ്ഞു, ഖലീഫയായ ഉമർ വന്നെങ്കിൽ മാത്രമേ ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾ കൈമാറൂ എന്ന്. ഹിർക്കൽ ചക്രവർത്തിയുടെ ചരിത്രമൊക്കെ പഠിക്കണം. ആരായിരുന്നുവെന്ന്, വീരശൂര പരാക്രമിക്കുന്നൊക്കെ പറയാവുന്ന മനുഷ്യൻ. അവർക്കിടയിലേക്ക് ഖലീഫ റളിയല്ലാഹു അൻഹു പോകുന്നത് ഒരു സാധാരണക്കാരന്റെ വേഷം ധരിച്ചുകൊണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹാബികൾ, അനുചരന്മാർ വരെ പറഞ്ഞു, ഈ വസ്ത്രം ഒന്ന് മാറ്റിക്കൂടെ, നമ്മൾ പോകുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ അധിപന്റെ അടുത്തേക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്, സാധാരണക്കാരന്റെ വേഷമായിരിക്കാം എനിക്ക്, എന്നാൽ ഈ വേഷം എന്നെ ഒരിക്കലും തളർത്തുന്നില്ല, എന്റെ അന്തസ് ഒരിക്കലും കുറയ്ക്കുന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസ്ത്രത്തിലല്ല കേട്ടോ, ഇസ്ലാമിലാണ് നമ്മുടെ അന്തസ്. വസ്ത്രത്തിലല്ല, ഇസ്ലാമിലാണ് നമ്മുടെ അന്തസ്. മനസ്സിലാക്കണം. നമ്മളിൽ പല ആളുകളും, പല കുടുംബങ്ങളും, പല സമൂഹങ്ങളും
പ്രയാസത്തിൽ ജീവിക്കുന്നവരുണ്ട്, ഉന്നതമായ കഴിവുകളുമായി ജീവിക്കുന്നവരുണ്ട്. വ്യത്യസ്തങ്ങളായ രീതിയിലാണ് നമ്മുടെയൊക്കെ ജീവിത രീതിയൊക്കെ. എന്നാൽ എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും കഴിവുകൾ വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ പോലും, സാമ്പത്തികമാവട്ടെ ആരോഗ്യപരമാവട്ടെ ഏത് രീതിയിലായിരുന്നാൽ പോലും, ഹൃദയത്തിൽ ഒരേ രീതിയിലുള്ള ഈമാൻ ജ്വലിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതാണവൻ. ജാതി വ്യവസ്ഥയ എന്ന രീതിയിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു ചിന്തയും ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാവൂല. എന്ന ആ അധ്യാപനം അക്ഷരാർത്ഥത്തിൽ പ്രയോഗവത്കരിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായി മുസ്ലിങ്ങൾക്ക് മാത്രം മാറാൻ കഴിയും. അത്ര വിപുലമായ, അത്ര ത്യാഗോച്ചരമായ, അത്ര ഉന്നതമായ ഒരു സന്ദേശമാണ് ഇസ്ലാം പകർന്നു നൽകുന്നത്. മക്കയിൽ ഇസ്ലാമിന്റെ ആദ്യ പ്രബോധന ഘട്ടത്തിൽ ഉണ്ടായ പ്രയാസകരമായ അനുഭവങ്ങളാൽ പ്രവാചകൻ പറയുകയാണ് ചിലരോട്, നിങ്ങൾ എത്യോപ്യയിലേക്ക് പോകൂ, അവിടെ നല്ലൊരു രാജാവുണ്ട്, അവർക്ക് കീഴിൽ ജീവിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യ ഹിജ്റ സംഭവിക്കുകയാണ്. അവിടെ ഹിജ്റയിൽ പോയി കുറച്ച് ആളുകൾ, ഏതാണ്ട് 80ഓളം സഹാബികൾ, സ്ത്രീകൾ അടങ്ങുന്ന സഹാബികൾ ഹിജ്റ പോയി എത്യോപ്യയിലേക്ക്. അവിടുത്തെ നജാഷി എന്ന രാജാവ് അവരെ, അല്ലെങ്കിൽ ആ രാജ്യം അവരെ സ്വീകരിച്ചു. അപ്പോഴാണ് ഖുറൈശികളിൽപ്പെട്ട പല പ്രമുഖരും നജാഷിയുടെ അടുത്തേക്ക് പോയിട്ട്, ഇവരിതാ പുതിയ മതത്തിന്റെ ആൾക്കാരാണ്, നജാഷി എന്ന ക്രിസ്തു മതവിശ്വാസിയോട് പറയുകയാണ്, നിങ്ങളുടെ ദൈവങ്ങളെ പോലും, നിങ്ങളുടെ വിശ്വാസ ആചാര കർമാനുഷ്ഠാനങ്ങളെ പോലും പരിഹസിക്കുന്ന ബുദ്ധൻവാദികളാണ് ഇവർക്ക് നിങ്ങൾ അഭയം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോ നജാഷി അവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ പറയുന്ന സന്ദേശം, എന്താണ് നിങ്ങളുടെ മുഹമ്മദിന്റെ സന്ദേശം? അപ്പോൾ ജാഫർ ബിൻ അബീ താലിബ് അവിടെ വെച്ചൊരു പ്രഖ്യാപനം നടത്തുകയാണ്, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ശവങ്ങൾ തിന്നുകയും നീചവൃത്തികൾ ചെയ്യുകയും കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയും അയൽപ്പക്കാരുമായുള്ള ബന്ധങ്ങൾ മോശമാക്കുകയും ചെയ്യുന്ന രീതിയിൽ തൊട്ടതൊക്കെയും കലഹം, തൊട്ടതിനൊക്കെയും യുദ്ധം, പെണ്ണും മദിരാശിയും മദ്യവും ഒക്കെയായി ജീവിച്ച ഒരു വിഭാഗമായിരുന്നു ഞങ്ങൾക്കിടയിൽ സംസ്കാര സമ്പന്നതയുള്ള ഒരാളെയും കണ്ടെത്തുമായിരുന്നില്ല. എല്ലാവരും മോശക്കാരായിരുന്നു. അങ്ങനെ ജീവിച്ച ഒരു വിഭാഗമായിരുന്നു ഞങ്ങളിലെ ദുർബലരെ ശക്തർ നിയന്ത്രിച്ചു കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ സത്യസന്ധരായിരുന്നത് കൊണ്ട് ആ കൽപ്പനകൾ, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മടിയുണ്ടായില്ല. അദ്ദേഹം ഞങ്ങളെ അള്ളാഹുവിൽ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഞങ്ങളുടെ പിതാക്കളും ആരാധിച്ചിരുന്ന എല്ലാ വസ്തുക്കളെയും ഞങ്ങൾ നിരാകരിച്ചു. മാത്രമല്ല, മതം അല്ലെങ്കിൽ മതത്തിന്റെ നിർദ്ദേശങ്ങൾ അവസാനിക്കുകയില്ല. അത് തുടക്കം മാത്രമാണ്, അത് പ്രാരംഭം മാത്രമാണ്, അത് അടിത്തറ മാത്രമാണ്. ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ മിതമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ സംസാരിക്കുന്നവരാകണം. കളവ് പറയരുത് ഒരു ഘട്ടത്തിലും. അമാനത്ത് ആരെങ്കിലും വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ, ഒരു വസ്തു ഏൽപ്പിച്ചാൽ, വാക്കാൽ ഒരു കാര്യം പറഞ്ഞാൽ, സ്വകാര്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ, അതിലൊക്കെ ആ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ആ അമാനത്ത് ഏറ്റവും നല്ല രീതിയിൽ കൈയാളിക്കൊണ്ടിരുന്നു. ആളുകൾക്കിടയിൽ ഫിത്ന വിളമ്പിക്കൊണ്ടിരുന്നില്ല. നിസ്സാര കാര്യത്തിന് വേണ്ടി കുടുംബം ഛിന്നഭിന്നമായി പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്ന് കുടുംബ ബന്ധം ചാർത്തിക്കൊണ്ടേയിരുന്നു. ബന്ധങ്ങൾ ഇങ്ങനെ പുതിയത് ഉരുത്തിരിഞ്ഞു വന്ന് വലിയ കുടുംബത്തിന്റെ കണ്ണികളായി ഞങ്ങൾ ചേർക്കപ്പെട്ടു. അയൽവാസികളോട് നല്ല നിലയിലാണ്, ഏറ്റവും നന്മ നിറഞ്ഞ നിലയിലാണ് ഞങ്ങൾ വർത്തിച്ചത്. എല്ലാ നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾ അകന്നു. രക്തം ചിന്തുന്നതിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിന്നു. നീചവൃത്തികളും കള്ളവാക്കുകളും അനാഥകളുടെ ധനം തിന്നലുമൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു സമൂഹമായിരുന്നു എന്നാൽ ഞങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മാന്യമായ നന്മയുടെ അടയാളങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിയപ്പോ ഞങ്ങൾ അന്തസ്സുള്ളവരായി, ആത്മാഭിമാനമുള്ളവരായി, മനുഷ്യന്മാരിൽ ഉന്നതന്മാരെന്ന രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ ജീവിതത്തെ ശത്രുക്കൾ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അഭയം തേടി വന്നിരിക്കുന്നത് എന്ന് നജ്ജാശി അത് കേട്ടു. നജ്ജാശി പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ള കാര്യങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് അഭയം കൊടുത്തു എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, ഏതൊരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നാലും
അവർ അനുവർത്തിക്കേണ്ട നന്മയുടെ അടയാളങ്ങളാണ്, അവർ സ്വീകരിക്കേണ്ടുന്ന നന്മയുടെ നിർദ്ദേശങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യനോടും കാണിക്കേണ്ടുന്ന ഏറ്റവും നല്ല ഉദാരതയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കായിരിക്കും അഭിമാനത്തോടെ ജീവിക്കുവാൻ കഴിയുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ബേജാറാകേണ്ട, ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, പടച്ചവന്റെ കൽപ്പന പരിപൂർണമായും ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്ന വിഭാഗമാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. അന്തുമുൽ അഅലൗന, നിങ്ങൾ തന്നെയാകുന്നു ഉന്നതന്മാർ എന്ന് സൂറത്ത് ആലി ഇമ്രാനിൽ കൂടെ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം നിരോധിച്ച ഏക മതം, ഒരുപാട് മതങ്ങൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് മതവിശ്വാസങ്ങൾ ലോകത്തുണ്ട്. എന്നാൽ മദ്യം നിരോധിച്ച ഒരേ ഒരു മതം, മദ്യത്തിന്റെ പേരിൽ ഇന്നും ഇന്നലെയുമായി എത്രയെത്ര വാർത്തകളാണ്, ദുരന്ത വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മദ്യം മൂലം നന്മ ആർക്കെങ്കിലും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുന്ന കച്ചവടക്കാരനല്ലാതെ മറ്റാർക്കാണ്? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക്, രോഗത്തിൽ നിന്ന് രോഗത്തിലേക്ക് വഴിമാറിപ്പോകുന്നു. ഏതാനും ചില ആളുകൾ പണക്കാരാവുന്നു എന്നല്ലാതെ ഒരു ഗുണവും അതുകൊണ്ടില്ല. ആ മദ്യം നിരോധിച്ച ഒരേ ഒരു മതമാണ് ഇസ്ലാം. അത്തരമുള്ള തിന്മകളൊക്കെയും നിരോധിച്ച, പലിശ നിരോധിച്ചു, ചൂതാട്ടം നിരോധിച്ചു, സാമ്പത്തികമായ എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മോചിതനാവാൻ ഇസ്ലാം കൽപ്പിച്ചു. മാത്രമല്ല സക്കാത്ത് നിർബന്ധമാക്കി. സക്കാത്ത് ഒരു വലിയ വിഷയമാണ്, നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നാലെ പറയാവുന്നതാണ്. സക്കാത്ത് നിർബന്ധമാക്കി ഇസ്ലാം. എത്ര മനോഹരമായ ഒരു കാര്യമാണ്. നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ ഞാൻ സക്കാത്ത് കൊടുത്തേ തീരൂ, ഒരു ഒഴികഴിവില്ല. എന്റെ സമ്പത്ത് ശുദ്ധീകരിക്കണമെങ്കിൽ നിസാബെത്തിയാൽ, അതിന്റെ സമയമെത്തിയാൽ ഞാൻ സക്കാത്ത് കൊടുത്തേ തീരൂ. അല്ലാത്തവൻ ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്താണെന്ന് വരെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിർബന്ധമാണത്, ഔദാര്യമല്ല, നിർബന്ധം. ആ രീതിയിൽ കർശനമായ നിർദ്ദേശങ്ങളിലൂടെ നമ്മളോട് ജീവിതം ക്രമീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അത്തരത്തിൽ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അവൻ ഏറ്റവും ഉന്നതനായ മനുഷ്യനായി തീരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം നിന്ദ്യരായ, അപമാനിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. എന്നാൽ ഇസ്ലാം കൊണ്ട് പടച്ചു നമ്മളെ സമ്പന്നരാക്കി, അന്തസ്സുള്ളവരാക്കി, അഭിമാനമുള്ളവരാക്കി. അതുകൊണ്ട് ഈ ഇസ്ലാം എന്നുള്ളത് നമ്മളെ തളർത്തേണ്ടുന്ന ഏതൊരു ഘട്ടത്തിലും പല രീതിയിലാണ് ഇതിനെതിരെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ചുറ്റും നിന്നുകൊണ്ടും ഇതിനെ മാന്തിപ്പൊടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടേണ്ടതില്ല. നമുക്കാരില്ലെങ്കിലും പടച്ചവനുണ്ട് എന്ന വിശ്വാസത്തോടെ ഒരു ഘട്ടത്തിൽ പോലും ഇസ്ലാമിലെ നിർദ്ദേശങ്ങൾ കൈയൊഴിയാതെ, അത് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ കർമാനുഷ്ഠാനങ്ങളായിരുന്നാലും പ്രവർത്തനങ്ങളായിരുന്നാലും, എപ്പോഴെങ്കിലും വരുന്ന ആഘോഷമയമായ സന്ദർഭങ്ങളാവട്ടെ, വിവാഹമാവട്ടെ, മറ്റെന്തെങ്കിലും യാത്രകളാവട്ടെ, ടൂർ പോകുന്നതാവട്ടെ, ഏത് ഘട്ടത്തിലായിരുന്നാലും പുരുഷനും സ്ത്രീയും ഇസ്ലാമിന്റെ ഇസ്സത്തോടെ ആ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ അവനെ അള്ളാഹു സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന വിശുദ്ധ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.